ഒരു കാര്യം പറയട്ടെ, സഖാവ് ബിനോയ് വിശ്വം കഥയറിയാതെ ആട്ടം കാണുകയാണ്. കാരണം സഖാവ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയത് 2 ആഴ്ച മുമ്പ് പോയി. നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്ത് തന്നെയാണ് ഡൽഹി സന്ദർശിച്ചത്. അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടത്. അന്നേരം ബിനോയ് വിശ്വം മനസ്സിലാക്കുന്നില്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ പറയുന്നതാണോ നടപ്പിലാക്കേണ്ടത്, ബിനോയ് പറയുന്നതാണോ നടപ്പിലാക്കേണ്ടത് എന്ന ചോദ്യം വന്നാൽ അമിത്ഷാ പറയുന്നതേ സഖാവ് പിണറായി വിജയന് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. മാത്രവുമല്ല, എനിക്ക് സഹതപിക്കാനേ പറ്റുന്നുള്ളൂ CPIയോട്. CPIയുടെ മുൻകാല നേതാക്കന്മാർ MN ഗോവിന്ദനാർ തുടങ്ങി, TV തോമസ് തുടങ്ങി, വെളിയം ഭാർഗവൻ, NE ബൽറാം, CK ചന്ദ്രപ്പൻ, ഏറ്റവും ഒടുവിൽ സഖാവ് കാനം രാജേന്ദ്രൻ, അദ്ദേഹത്തെ പിണറായി വിജയൻ ഒരു കുടുക്കിൽപ്പെടുത്തി വരുതിയിൽ വരുത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടയാണ്. പക്ഷേ ഇവർക്കൊക്കെ നിലപാടുകളായിരുന്നു. സഖാവ് ബിനോയ് വിശ്വം വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്, അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സഖാവ് ബിനോയ് വിശ്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാടില്ലായ്മ CPIയുടെ ചരമഗീതം രചിക്കുന്നതിന് സമാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഒരു അപമാനം അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. 67-ലെ മന്ത്രിസഭയുടെ പതനത്തിലേക്ക് നയിച്ച TV തോമസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്റ്റീൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അതിനേക്കാൾ ഒരു പാർട്ടിയെ നിസ്സാരവൽക്കരിക്കുന്ന LDF ഗവൺമെന്റിന്റെ ഈ നിലപാട്, CPI പറയുന്നത് അല്ലെങ്കിൽ LDFൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ CPIയുടെ സ്ഥാനം എന്താണ് അവർ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് CPI മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം. നവംബർ 1-ാം തീയതി തിരുമനസിന് ഉള്ളലിവുണ്ടായി സാധാരണ പ്രജകൾക്ക് അപ്പക്കഷ്ണം വലിച്ചെറിയാൻ പോവുകയാണ്. 4.25 വർഷവും ചെയ്യാത്ത പെൻഷന്റെ വർധനവ് അടക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രലോഭനം എന്നുള്ള നിലയിലേക്ക് പണ്ട് മഹാരാജാക്കന്മാർ ചെയ്യുന്നത് പോലെയാണ്. അവർ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അപ്പക്കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുക്കും. അതിന് സമാനമായി കുറേ പ്രഖ്യാപനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് അമിത്ഷായെ മുഖ്യമന്ത്രി കണ്ടത്. മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്ന് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒപ്പിട്ട് അടിയന്തരമായി കേന്ദ്രം പണം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൊണ്ട് 200 കോടി രൂപ ഇവരെ സർവശിക്ഷാ അഭിയാന്റെ കാര്യവും പറയുന്നുണ്ട്. സർവശിക്ഷാ അഭിയാനും കേരളത്തിന് അതുപതി നൽകേണ്ട പണത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കോടതിയിൽ പോയാലും കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടി വരും. അവർക്ക് പിടിച്ചിരിക്കാനൊക്കത്തില്ല. PMCയുടെ 200 കോടി ശരിയാണ്, അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങിയാലേ പറ്റത്തുള്ളൂ. സർവശിക്ഷാ അഭിയാനെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ട പണം കിട്ടേണ്ട രീതിയിൽ കേരളം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നതായിരിക്കും. അന്നേരം ഈ 200 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തെ ആകെ വിറ്റ ഈ ഗവൺമെന്റ് ഇനി രാജിവെക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ CPI എന്ത് ചെയ്യണം എന്നവർ സ്വയം ചിന്തിക്കേണ്ടതാണ്.